കെ പി സി സി അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ജോസഫ് വാഴക്കൻ കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിൽ. കഴിഞ്ഞ ദിവസം ജോസഫ് വാഴക്കൻ ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, വിശദാംശങ്ങൾ. KC വേണുഗോപാലുമായി അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞെന്നാണോ വിവരം? തീർച്ചയായും SKN അല്പസമയം മുൻപാണ് KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം പൂർത്തിയാക്കിയത്. ഒപ്പം തന്നെ KC വേണുഗോപാൽ തിരക്കായതിനാൽ തനിക്ക് വളരെ ചെറിയ സമയം മാത്രമാണ്, കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചതെന്നും വിശദമായി KC വേണുഗോപാലിനെ വീണ്ടും കണ്ട് ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുമാണ് ഇപ്പോൾ ജോസഫ് വാഴക്കൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും അദ്ദേഹം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തുകയും ഇന്നലെ അദ്ദേഹം ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മല്ലികാർജ്ജുൻ ഖർഗെയും കണ്ട് ആവശ്യം അറിയിക്കുമെന്നാണ് ജോസഫ് വാഴക്കൻ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് തനിക്ക് വലിയൊരു പിന്തുണയുണ്ട് എന്നും ഒപ്പം തന്നെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പൂർണ്ണ സമയം ചെലവഴിക്കുന്ന ഒരു അധ്യക്ഷനെയാണ് ഈ സ്ഥാനത്തേക്ക് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തനിക്ക് വലിയൊരു പിന്തുണയുണ്ടെന്നും ആ പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ താൻ അറിയിക്കുമെന്നുമാണ് ജോസഫ് വാഴക്കൻ പറയുന്നത്. ഏതാണെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം കേരള ഹൗസിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയം മുൻപാണ് കേരള ഹൗസിൽ നിന്ന് അദ്ദേഹം KC വേണുഗോപാലിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായതിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകൾ അതൊക്കെ തന്നെ പൂർത്തിയാക്കിയതിന് പിന്നാലെ ഈ KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നു എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ബെന്നി ബെഹനാനെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കൊടിക്കുന്നിൽ സുരേഷും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഇപ്പോൾ പിന്നാലെ ജോസഫ് വാഴക്കനും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനും ആവശ്യം ഇത് തന്നെയാണ്. ഒരു പൂർണ്ണ സമയ അധ്യക്ഷനെയാണ് കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കാൻ തനിക്ക് വലിയ പിന്തുണയുണ്ട് എന്നും തന്നെ ഇക്കാര്യത്തിൽ പരിഗണിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ നേരത്തെ ചില അതൃപ്തിയും ജോസഫ് വാഴക്കൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ ആവശ്യവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും നാളെ അദ്ദേഹം ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.